അതെന്തിനാ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം? അതിൻ്റെ അത് തീരുമാനം ഉണ്ടാവുമ്പോൾ നിങ്ങളോട് പറയാം. മനസ്സിലായി? ഞാൻ അവരെയും കൂടി വലിച്ചയച്ച് അതുകൂടി ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തല്ലേ ചോദിക്കും. സ്ഥിരമായി പത്തനംതിട്ട മേഖലകളിലും നദിയിൽ വെള്ളം പോകുന്നുണ്ട്. ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ അപ്പൊ അതിൽ ഈ നദികളുടെയും ചെളി അടിഞ്ഞുകൊണ്ടാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് എല്ലാ നദികളിലും മണ്ണടിഞ്ഞിരിക്കുകയാണ്. അതായത് ഈ 2018-ലെയും 2019-ലെയും വെള്ളപ്പൊക്കത്തിന് ശേഷം. അതുപോലെ ഡാമുകളിലും മണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. ഡാമുകളുടെ കപ്പാസിറ്റി ഗൗരവമായിട്ട് കുറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണലാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ ഡാമുകൾ ഡീസിൽറ്റ് ചെയ്യാനും നദികളിലെ മണൽ മാറാനും വേണ്ടിയിട്ടുള്ളത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് കൂടിയിരുന്നു. അതായത് ചെറിയ മഴ പെയ്താൽ പോലും ഈ മണൽ വന്ന് അടിഞ്ഞിരിക്കുന്നതുകൊണ്ട് പൊങ്ങുവാണ്. ഒരു ആക്ഷനും കഴിഞ്ഞ 8 കൊല്ലം കൊണ്ട് എടുത്തിട്ടില്ല. ഒരു ആക്ഷനും 8 കൊല്ലം അല്ലെ എങ്ങനെ ഈ മണ്ണടിച്ച് മാറ്റാൻ ചെയ്തില്ലെന്നേ. നമ്മളാരും പറഞ്ഞില്ലല്ലോ. ഞാൻ തന്നെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് അസംബ്ലിയിൽ മണ്ണ് മാറ്റണം. കാരണം ഞാൻ സാൻഡ്വിച്ചറായിട്ടാണ് കിടക്കുന്നത്. പറവൂർ കോൺസ്റ്റിറ്റ്യുവൻസി പോലും 2 സ്ഥലത്തും പെരിയാറാണ്. ഒരു ചെറിയ മഴ പെയ്താൽ അപ്പോൾ വെള്ളം പോകും. കാരണം ഈ മണ്ണ് അന്ന് വന്ന് അടിഞ്ഞ മണ്ണ് മാറ്റിയേ മതിയാവും. ഞങ്ങൾ മാറ്റാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് പോകും. അതുപോലെ ഡാമുകൾ ഡീസിൽറ്റ് ചെയ്യുകയും ചെയ്യും. ഈ പുഴയിൽ വന്നടിഞ്ഞിരിക്കുന്ന മണ്ണുകൾ മാറ്റുകയും ചെയ്യും. അവരുമായിട്ട് മന്ത്രി 3 പ്രാവശ്യം ചർച്ച നടത്തി. ഞാൻ ചർച്ച നടത്തി. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനം എല്ലാ വേക്കൻസികളും കമ്പൾസറി ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം. വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാത്ത ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സിനെതിരെ നടപടിയെടുക്കുന്ന കേരളത്തിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വേക്കൻസി ഉണ്ടെങ്കിലും ആ വേക്കൻസി ഫില്ല് ചെയ്യും. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ ഫോളാണ്. ഡിവിഷനുകൾ കുറയുകയാണ്. കുട്ടികളുടെ എണ്ണം കുറയുന്നതുകൊണ്ട് ഡിവിഷൻ ഫോളാണ്. ഡിവിഷൻ ഫോള് വരുമ്പോൾ നിലവിലുള്ള അധ്യാപകരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. വേണ്ടേ? അവരുടെ ജോലി കളഞ്ഞാൽ അവരോട് വീട്ടിൽ പോകാൻ പറയാൻ പറ്റുമോ? നിലവിലുള്ള അധ്യാപകർ 10-20 കൊല്ലമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന അധ്യാപകരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് ആളെ എടുക്കാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പോൾ അവരുടെ ഡിമാൻഡ് ഇപ്പോൾ മുതലല്ല, കുറേ നാളുകളായിട്ട് അവരുടെ ഡിമാൻഡ് വിദ്യാർത്ഥി അധ്യാപക റേഷ്യോ കുറയ്ക്കണമെന്നാണ്.